ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരത് ദേവികയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് ദേവികയോട് പറയണ, അല്ല ദേവിക, നിന്നെ എനിക്ക് കിട്ടില്ല. അപ്പോൾ ദേവിക പറയണ, ഇല്ല, നിനക്ക് എന്നെ കിട്ടില്ല, നിന്നെ ഒന്ന് തൊടാൻ പോലും കിട്ടില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? എങ്കിൽ നിന്നെ ഞാൻ പൊക്കിയെടുത്തോണ്ട് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അതിന് നിനക്ക് എന്നെ തൊടാൻ പോലും കഴിയില്ല. നീ എന്നെ തൊട്ടാൽ നീ ആ നിമിഷം മരിച്ചു വീഴും. അതിനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം. ചന്ദ്ര, വിഷ്ണു, തങ്കച്ചി, പിന്നെ നീ, അങ്ങനെ 4 പേരും എത്രയും പെട്ടെന്ന് അകത്തു പോകും. പക്ഷേ നീ മാത്രം ജയിലിൽ പോവില്ല. നിന്നെ ഞാൻ ജയിലിലേക്ക് പറഞ്ഞു വിടില്ല. അതിൻ്റെ മുന്നേ നിന്നെ ഞാൻ പരലോകത്തേക്ക് പറഞ്ഞു വിടും. കേട്ടപ്പോൾ പെട്ടെന്ന് ശരത് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് നീ ഉദ്ദേശിക്കുന്നതൊന്നും നടക്കില്ലടി എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ശരത്ത് നിൽക്കുന്നത്. അങ്ങനെ ദേവിക റൂമിലേക്ക് പോവാട്ടോ. പിന്നീട് ശിവശങ്കറിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാമിയെ തങ്കച്ചി കാണുകയാണ്. അപ്പോൾ തങ്കച്ചി ചോദിക്കുകയാണ്, അല്ല സ്വാമി, നിനക്ക് എന്നും ഇവിടേക്ക് വരണം എന്നുള്ളത് ഒരു വഴിപാടാണോ? എല്ലാ ദിവസവും ഇവിടേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാമി പറയണേ, എൻ്റെ സാർ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് സാറിനെ കാണാൻ വരണം. ഞാൻ ഇവിടേക്ക് എൻ്റെ സാർ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ വന്നിരിക്കും. നിങ്ങളെ കൊണ്ടൊന്നും കഴിയാത്തത് കൊണ്ടാണല്ലോ സാറ് എന്നെ എല്ലാ ജോലികളും ഏൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ജയശങ്കർ അവിടേക്ക് വരുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കാഞ്ചന ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാട്ടോ. എന്നിട്ട് ജയശങ്കർ ചോദിക്കുകയാണ്, എന്തായി സ്വാമി, ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അതിൻ്റെ മറുപടിയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ മാലിനിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും ജയശങ്കറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ന്യൂറോ സർജനാണ്, സിറ്റി ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്, ഇവരെയും വിവാഹം കഴിച്ചിട്ടില്ല, തനിച്ചാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ജയശങ്കർ പറയണം, ഈ പേര് എവിടെയോ കേട്ടതുപോലെയുണ്ട്, എനിക്ക് ഇവരെ പരിചയമുണ്ടല്ലോ. അതിപ്പോൾ ഞാനല്ലേ പറഞ്ഞത് സാറിനോട്? അല്ല, ഇതിൻ്റെ മുന്നേ ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ട്, എനിക്ക് ഇവരെ ഒരു പരിചയമുള്ളതുപോലെ തോന്നുന്നു. എന്തായാലും സ്വാമി ഇക്കാര്യമൊന്നും ആരെയും അറിയിക്കേണ്ട. കാരണം ഡോക്ടർമാർ തമ്മിലുള്ള അടുപ്പമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വെറുതെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നതായിരിക്കും. അപ്പോൾ നിരഞ്ജനാണെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാമി പറയണ, ഇതുവരെയും എനിക്ക് നിരഞ്ജൻ സാറിനെ കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല. പക്ഷേ ഇനി എന്താ ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. കാരണം നിരഞ്ജൻ സാറ് ഒരു ആണും മറ്റേതൊരു പെണ്ണുമല്ലേ എന്നൊക്കെ പറയട്ടോ. അത് കേട്ടപ്പോൾ എന്തായാലും ആരെയും അറിയിക്കേണ്ട എന്ന് പറയാണ്. അങ്ങനെ ഞാൻ ആരോട് പറയാനാണ്, ഞാൻ സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ സ്വാമിയോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അകത്തേക്ക് പോകാൻ പറയണം. അപ്പോൾ ഇതെല്ലാം തന്നെ കാഞ്ചന ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നീട് ദേവിക ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങാണ്ട്. അപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ്, മോളെ നീ സൂക്ഷിക്കണം, കാരണം അവിടെ ആ ചന്ദ്രയുള്ളതാണ്. അവൾ എന്നെ എന്ത് ചെയ്യാനാണ് അച്ഛാ? പറയാൻ കഴിയില്ല. കാരണം ശരത്തും ചന്ദ്രയും ഒന്നിച്ച പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് മോളൊന്നും സൂക്ഷിക്കണം. ഇല്ല അച്ഛാ, അവരെന്നെ ഒന്നും ചെയ്യില്ല. കാരണം അവിടെ ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത്, ചേട്ടച്ചനുണ്ട്, അച്ഛനുണ്ട്, സിദ്ധുവുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേട്ടും കൊണ്ടാണ് പ്രിയ അവിടേക്ക് വരുന്നത്. അപ്പോൾ പ്രിയ പറയുകയാണ്, ഇല്ല, ചേച്ചിയെ തൊട്ടാൽ അവർ വിവരമറിയും, ചേച്ചിയെ തൊട്ടാൽ പിന്നെ അവർ രണ്ടുപേരെയും ഞാൻ കെട്ടിത്തൂക്കും എന്നങ്ങ് പറഞ്ഞതോടെ ദേവിക ഒന്ന് നോക്കുകയാണ്. അപ്പോൾ പ്രിയ വീണ്ടും പറയുകയാണ്, ചേച്ചി ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാതെ ഒക്കെ മാറി നിൽക്കുന്നത്. പക്ഷേ ചേച്ചിയെ തൊട്ടാൽ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണ, ദേവിക മോളെ, ഇവൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നിത്യമോള് സംസാരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ദേവിക പറയണ, അതെ അച്ഛാ, എനിക്കും അങ്ങനെ തോന്നാറുണ്ട്, അതുകൊണ്ടല്ലേ എനിക്ക് ഇവളോട് ഇത്രയ്ക്ക് അടുപ്പം. പ്രിയ പറയാണ്, അത് ചില സമയത്തൊക്കെ ഞാൻ നിത്യയാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്, എനിക്ക് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ചേച്ചിയുടെ അനിയത്തിയായിട്ടും അച്ഛൻ്റെ മോളായിട്ടും ആവാൻ രക്തബന്ധം തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ അവളുടെ സംസാരത്തിൽ ഒരു പ്രത്യേകത തോന്നുകയാണ് മനോഹരനും ദേവികയ്ക്കും. പിന്നീട് മനോഹരൻ ചോദിക്കുകയാണ്, അല്ല പ്രേമയ്ക്ക് അറിയുമോ പാർവതി എവിടെയാണെന്നുള്ളത്? അതെങ്ങനെ ചേച്ചിക്ക് അറിയാനാണ് അച്ഛാ? കാരണം അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നില്ലല്ലോ. അതെങ്ങനെ മോൾക്കറിയാം? അത് പിന്നെയായിട്ട് ഇങ്ങനെ ദേവിക പതറുകയാണ് കേട്ടോ. അങ്ങനെയല്ല അച്ഛാ, അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നെങ്കിൽ അവർ രണ്ടുപേരെയും ഒരുമിച്ച് ഈ കൊണ്ടുപോയവർ ഉപേക്ഷിക്കില്ലായിരുന്നു. അത് ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത്. ശരിയാണ് മോൾ പറഞ്ഞത്. ഞാൻ അവളുടെ ഭർത്താവായിട്ട് പോലും എനിക്കൊരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയുന്നില്ല. പാർവതി എവിടെയാണുള്ളത് എന്ന് എങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കുക? എത്ര ദിവസമായി പാർവതി ഈ വീട്ടിൽ നിന്നും പോയിട്ട്? പാവം ഇപ്പോൾ എവിടെയാണാവോ എന്നൊക്കെ മനോഹരൻ വിഷമത്തോടു കൂടി പറയുമ്പോൾ ദേവിക പറയണം, അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാനും എൻ്റെ വഴിക്കൊക്കെ ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. അമ്മയെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ മോള് പറഞ്ഞ അത് വാക്കായിരിക്കും എന്നുള്ളത് അച്ഛനറിയാം. അപ്പോൾ പ്രിയ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇനി അമ്മ എവിടെയാണെന്നുള്ളത്
അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അമ്മയെയും പ്രമേച്ചയെ കൊണ്ടുവന്ന പോലെ കൊണ്ടുവരണം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പ്രിയ നിൽക്കുന്നത്. പിന്നീട് മുത്തശ്ശിയും ശരത്തും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിയോട് ശരത്ത് പറയാണ്, ആ ദേവിക സിദ്ധുവിൻ്റെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്, അതൊരിക്കലും സമ്മതിക്കരുത് മുത്തശ്ശി, അതിനു വേണ്ടി മുത്തശ്ശി എന്തെങ്കിലും ചെയ്യണം, മുത്തശ്ശി തടയണം എന്ന് പറയുമ്പോൾ അത് ഞാനെങ്ങനെ തടയാനാണ്, അവളുണ്ടോ ഞാൻ പറഞ്ഞാലൊക്കെ അനുസരിക്കുന്നു, അതിന് മുത്തശ്ശിക്ക് ഞാനൊരു മാർഗം പറഞ്ഞു തരാം. കാരണം ആ ദേവിക അവിടേക്ക് പോയാൽ അത് ദേവികയ്ക്ക് തന്നെയാണ് ദോഷം വരാൻ പോകുന്നത്. ചന്ദ്ര എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പം തന്നെ ചന്ദ്ര പറയുന്നത് സിദ്ധുവുമായിട്ടുള്ള ഡിവോഴ്സ് നടത്തുന്നത് തന്നെ ഈ ദേവിക കാരണമാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയ്ക്ക് നല്ല പകയും ദേഷ്യവുമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ദേവികയെ അവൾ എന്തെങ്കിലും ചെയ്യും, അതോടുകൂടി ഈ വീട്ടിലെ കഞ്ഞുകുടി മുട്ടും. കാരണം ദേവിക കിടപ്പിലാവും എന്ന് പറയുമ്പോൾ അതിന് മോനുണ്ടല്ലോ ഈ വീട് നോക്കാൻ, ഞാനുണ്ട്, പക്ഷേ എത്ര നാൾ ഞാനിതുപോലെ നോക്കും, പക്ഷെ അങ്ങനെയല്ലല്ലോ ദേവിക. അതുകൊണ്ട് മുത്തശ്ശി ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി, അതോടുകൂടി ദേവിക പിന്നെ അവിടേക്ക് പോവില്ല, മുത്തശ്ശിക്ക് അതിന് കഴിയണമെന്ന് പറഞ്ഞ് ശരത്ത് ഓരോ ഐഡിയകൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറയണേ, എങ്കിൽ ഞാൻ അതുപോലെ ചെയ്തോളാം, ദേവിക എന്തായാലും സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോവില്ല, അത്രയല്ലേ വേണ്ടൂ, അതിനുള്ള വഴി ഞാനും നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മുത്തശ്ശി ശരത്ത് പറഞ്ഞു കൊടുത്ത പോലെ അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് ദേവിക പോവാൻ ഒരുങ്ങുമ്പോൾ അവിടേക്ക് ശരത്ത് വരികയാണ്. അപ്പോൾ ശരത്ത് ചോദിക്കുകയാണ്, അല്ല എവിടേക്കാണ് അവ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നിന്നോട് എന്തിനാടാ പറയുന്നത്, എനിക്കറിയാം, ഭാവി വരൻ്റെ വീട്ടിലേക്കാണോ പോവാൻ ഒരുങ്ങുന്നത്, ഭാവി വരൻ്റെയും അച്ഛൻ്റെയും ഒക്കെ കാണാൻ തന്നെയാണ് ഞാൻ പോകുന്നത്, അതിന് നിനക്ക് എന്താടാ. ശരത്ത് പറയണ, നാണമുണ്ടോ മറ്റൊരുത്തിയുടെ ഭർത്താവിനെ സ്വന്തമാക്കാനും. അപ്പോൾ ദേവിക പറയണേ, നീ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിച്ച് തലപുകയ്ക്കേണ്ട, എന്തായാലും നീ ഞങ്ങളുടെ കല്യാണത്തിന് ഉപ്പ് വിളമ്പാൻ എന്തായാലും ഉണ്ടാവണം, ഉപ്പും മറ്റു ചിലതും വിളമ്പാനും ഞാനുണ്ടായിക്കോളാം, പക്ഷേ നീയല്ലേ കുറച്ച് മുന്നേ പറഞ്ഞത് ഞാനെന്തോ ആ സമയത്ത് സെൻട്രൽ ജയിലിലാവും അല്ലെങ്കിൽ ഞാൻ പരലോകത്താവും എന്നൊക്കെ, അങ്ങനെയാകുമ്പോൾ രണ്ട് സ്ഥലത്താണെങ്കിലും എനിക്ക് നിൻ്റെ കല്യാണത്തിന് ഉപ്പ് വിളമ്പാൻ വരാൻ കഴിയില്ലല്ലോ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും. അപ്പോൾ ദേവിക പറയണേ, അതിന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാണ്, നീ ഇപ്പോൾ സെൻട്രൽ ജയിലിലാണെങ്കിലും പരലോകത്തേക്കാണെങ്കിലും നിന്നെ പറഞ്ഞു വിടും, ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നീ അത് കാണണം, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതും നീ കാണണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ അങ്ങ് ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ സെൻട്രൽ ജയിലിലേക്ക് പറഞ്ഞു വിടുകയോ ചെയ്ത് എൻ്റെ ജീവിതം എന്തിനാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലാണുള്ളത്. എങ്കിൽ നീ ഒരു കാര്യം ഓർത്തോ ദേവിക, പരലോകം എനിക്ക് മാത്രമല്ല ഉള്ളത്, നിനക്കുമുണ്ട്, നിന്നെയും അവിടേക്ക് പറഞ്ഞയക്കാൻ എനിക്ക് ഒരു മടിയില്ല, അത് ഞാൻ മാത്രം വിചാരിച്ചാൽ മതി, നീ എന്നെ ഒന്നും ചെയ്യില്ലടാ, നിനക്ക് എന്നെ തൊടാൻ പോലും കഴിയില്ല, എൻ്റെ ഈ മോഹങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിക സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് മുത്തശ്ശിയുടെ അലർച്ച കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്ത് പറ്റി മുത്തശ്ശി എന്ന് ചോദിച്ച്. അപ്പോൾ മുത്തശ്ശി നിലത്ത് വീണ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരത്തുമുണ്ട് ഒപ്പം തന്നെ. അപ്പോൾ ശരത്ത്, കൊള്ളാലോ, മുത്തശ്ശിയുടെ അഭിനയം സൂപ്പറായിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ മുത്തശ്ശി ചെയ്യുന്നുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ശരത്ത് നിൽക്കുന്നത്. അങ്ങനെ ദേവിക അച്ഛാ ഓടി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ മനോഹരനും ഓടി വരികയാണ്. എന്ത് പറ്റി അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കട്ടിലിൽ നിന്നൊന്ന് എണീറ്റ് നടക്കാൻ നോക്കിയതാണ്, അപ്പോഴത്തേക്കും ഞാൻ വീണു എന്ന് പറഞ്ഞപ്പോൾ മനോഹരൻ പറയും, എന്തിനാണ് അമ്മ കട്ടിലിൽ നിന്ന് എണീറ്റ് നടക്കാൻ നോക്കിയത്. എടാ മനോഹര, എനിക്ക് തീരെ വയ്യ, എൻ്റെ നടു ഉളുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദേവിക പറയണേ, എങ്കിൽ അച്ഛ പെട്ടെന്നൊരു വണ്ടി വിളിക്കും, നമുക്ക് പെട്ടെന്ന് തന്നെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്തിനു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് കുഴമ്പിട്ടൊന്ന് ഒഴിഞ്ഞു തന്നാൽ മതി. അപ്പോഴത്തേക്കും പ്രിയയ്ക്കും മനോഹരനും ദേവികയ്ക്കും കാര്യം പിടിയിട്ടാണ് കേട്ടോ. അപ്പോഴൊക്കെ ശരത്ത് മുത്തശ്ശിയുടെ അഭിനയം കൊള്ളാലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് അല്ല, എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, അതാണ് ഏറ്റവും നല്ലത് എന്ന് മനോഹരൻ പറയുമ്പോൾ അതൊന്നും വേണ്ടടാ പൊട്ട, എനിക്ക് കുറച്ച് കുഴമ്പിട്ട് ഒഴിഞ്ഞു തന്നാൽ മതി, കാരണം ഈ നടുവും കാലും കൈയൊക്കെ ഒരുമിച്ചല്ലേ, അതുകൊണ്ട് കുഴമ്പിട്ട് ഒഴിഞ്ഞാൽ എനിക്കൊന്നും ഭേദമാവും, അതും ദേവിക ഒഴിഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ മോളെ ദേവിക നിനക്ക് കാര്യം പിടികിട്ടിയില്ലേ. അപ്പോൾ മനോഹരൻ അത് ചോദിക്കുമ്പോൾ ദേവിക പറയും, എനിക്ക് പിടികിട്ടിയ അച്ഛാ, എങ്കിലേ ഈ മുത്തശ്ശി ഇപ്പോൾ വീണില്ലേ, അത് എന്തുകൊണ്ട് മുത്തശ്ശിയുടെ ഭാഗ്യമാണ്, ചിലരൊക്കെ വീണ് കഴിഞ്ഞാൽ തലയൊക്കെ പൊട്ടി തലച്ചോറൊക്കെ പുറത്ത് വന്ന്, ഇതിപ്പോൾ മുത്തശ്ശിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ, മുത്തശ്ശി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഇല്ല എനിക്കിപ്പോൾ കോഴമ്പുട്ടൊന്ന് ഒഴിഞ്ഞു തന്നാൽ മതി എന്ന് പറയട്ടെ. അപ്പോൾ പ്രിയക്ക് കാര്യം മനസ്സിലാവാണ്. അങ്ങനെ ഇനി മുത്തശ്ശി ദേവികയുടെ പോക്ക് മുടക്കാനുള്ള ഒരു വഴിയാണ് കേട്ടോ നോക്കുന്നത്. പക്ഷേ പ്രിയ പറയുകയാണ്, മുത്തശ്ശിക്ക് ഞാൻ കുഴമ്പിട്ട് ഒഴിഞ്ഞു തരാം എന്ന് പറഞ്ഞ് പ്രിയ അക്കാര്യം ഏറ്റെടുക്കുകയും ദേവികയെ സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശരത്തിൻ്റെ ഈ പ്ലാനും ചീറ്റു പോകും കേട്ടോ. അങ്ങനെ ദേവിക അമ്മയെ നോക്കാൻ വേണ്ടി സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഈ
സമയം കാഞ്ചന അക്ഷരയുടെ അടുത്തേക്ക് വന്ന് സ്വാമിയും ജയശങ്കറും കൂടി മാലിനിയെക്കുറിച്ച് സംസാരിച്ചത് പറഞ്ഞു കൊടുക്കാണ്. ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് അവർ. നിരഞ്ജനും ആ സ്ത്രീയും തമ്മിൽ അടുപ്പമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. മോളൊന്ന് പോയി ചോദിച്ചു നോക്ക്, ഏതാണ് ആ സ്ത്രീ എന്നൊക്കെ ചോദിച്ചു നോക്ക്. ഒരു സങ്കടം വരുന്നത് ഈ അപ്പച്ചിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. മോളെ ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ടാണ് കാണുന്നത്. എൻ്റെ മോള് എൻ്റെ മരുമകളായി വരേണ്ടതായിരുന്നു. പക്ഷേ വിധി അങ്ങനെ ഒന്നും ഉണ്ടായില്ലല്ലോ. എന്തായാലും മോൾ അച്ഛനോടൊന്ന് പോയി ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അക്ഷര ഡാഡിയോട് ചോദിക്കാൻ ചെല്ലാട്ടോ. എന്നിട്ട് സ്വാമിയും ജയശങ്കർ കൂടി സംസാരിക്കുമ്പോൾ, അല്ല നിങ്ങൾ ഏത് പെണ്ണിനെ കുറിച്ചാണ് പറഞ്ഞത്? പെണ്ണോ? ഞങ്ങളൊന്നും പറഞ്ഞില്ല സ്വാമി, വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട. അപ്പോൾ കാഞ്ചന പറയണേ, ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേട്ടു, പക്ഷെ മുഴുവനായിട്ടും എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ജയശങ്കർ പറയണേ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കരുത് എന്ന്. ഇനി നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കും. അപ്പോൾ അക്ഷര പറയണേ, വെറുതെ അപ്പച്ചിയുടെ നേരെ ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ ഏത് സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞത് അതാണ് എനിക്ക് അറിയേണ്ടത്. എനിക്കറിയാം, ഡാഡിക്കും എനിക്കും അറിയാലോ അദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് അടുപ്പമുണ്ടെന്നുള്ളത്. എനിക്ക് ഡാഡി തെളിവ് കാണിച്ചു തന്നതല്ലേ, പക്ഷെ അത് ആരാണെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അതുകൊണ്ട് സ്വാമി വെറുതെ കള്ളം പറയാതെ എന്താണെങ്കിലും എന്നോട് പറ സ്വാമി. അത് പിന്നെ മോളെ, അങ്ങനെയൊന്നുമില്ല. മേഡം കരുതുന്നത് പോലെയല്ല. ഞാൻ തങ്കച്ചിയെക്കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നുമല്ല. വെറുതെ കള്ളം മൂടി വെക്കാനൊന്നും സ്വാമി നോക്കണ്ട. എന്തായാലും അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും, ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് വരുത്തിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അക്ഷര ദേഷ്യം പിടിച്ച് പോകുന്നത്.